ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു വ്യത്യസ്തകരമായൊരു കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് LD മാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു മൾട്ടിപ്ലെയർ വേൾഡ് തുടങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് യൂട്യൂബ് ചാനലിട്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു യൂട്യൂബ് ചാനലുകൊണ്ട് ഞാൻ അവനോട് സമ്മതം പറഞ്ഞു അവൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ മൾട്ടിപ്ലെയർ കളിക്കുന്നതിന് മുമ്പ് ഒരു ഹാർഡ് കോർ കളിക്കാമെന്ന് വിചാരിച്ചു. ഹാർഡ് കോർ വേൾഡിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഹാർഡ് കോർ കളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് അവിടെ കുറേ നാൾ കളിക്കണം എന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. എന്നിട്ട് ഞങ്ങൾ വേൾഡിൽ കയറി, ഞങ്ങൾ മരമെല്ലാം മുറിച്ചു. അപ്പം തന്നെ എല്ലാം സ്റ്റോൺ ടൂൾസുമായിട്ട് ഇവനവിടെ സ്റ്റോൺ ടൂൾസ് എല്ലാം ആക്കുന്ന സമയത്ത് ഞാനവിടെ ആടിനെ തപ്പാൻ പോകുമായിരുന്നു. ആടില്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ഇല്ല എന്ന് തന്നെ വിചാരിച്ചു. രാത്രി ആയിക്കഴിഞ്ഞാൽ കണ്ട സോംബിയും ക്രീപ്പറും സ്കെൽട്ടനും സ്പൈഡറും എല്ലാം കൂടെ വന്നിട്ട് നമ്മളെ കൊല്ലും. എന്നിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാർഡ് കോർ വേൾഡ് അപ്പം തന്നെ അവിടെ തീരും. ഞാൻ ഇറങ്ങി ചെന്നത് ഒരാടിൻ്റെ മുമ്പിലോട്ട്. ആടിൻ്റെ മുമ്പിൽ കയറി ആദ്യത്തെ 2 ആടിനെ വെട്ടിക്കൊന്നു. എന്നിട്ട് പിന്നെ പോകുമ്പോൾ ഒരു 3-ാമത്തെ ആടിനെയും കിട്ടി, 4-ാമത്തെ ആടിനെയും കിട്ടി, 5-ാമത്തെ ആടിനെയും കിട്ടി. അങ്ങനെ 5 ആടിനെ കിട്ടി. 3-ാമത് വേറൊരു പൂള് അവൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 പൂള് വെച്ചിട്ട് 2 ബെഡ് ഉണ്ടാക്കി. ഫുഡെല്ലാം കുക്ക് ചെയ്തു, ഫുഡ് കഴിച്ചു, എല്ലാം സെറ്റായി. രാത്രിയായി, ബെഡ് വെച്ചു, കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബെഡ് പൊട്ടിച്ചു, സർക്യൂട്ടിനിറങ്ങി. ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ കുറേ പംകിൻ കണ്ടായിരുന്നു. പംകിൻ കണ്ടതിൽ നിങ്ങൾക്ക് കുറേ മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിലെല്ലാം കണ്ടിട്ടുള്ളത് പംകിൻസ് എവിടെയുണ്ട് അവിടെ വില്ലേജ് ഉണ്ടെന്നാണ്. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ വില്ലേജ് തപ്പി പോവുക. ഒരു ഹാർഡ് കോർ വേൾഡിൽ വില്ലേജ് അടുത്തുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വളരെ നല്ലത്. അടുത്ത് തന്നെ ഒരു ബ്രീഡർ തുടങ്ങാം, ഒരു വില്ലേജ് ട്രേഡിങ് ഹാളാക്കാം. അങ്ങനെ ഫുള്ള് പെട്ടെന്ന് തന്നെ OP ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വില്ലേജ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പറ്റും. പിന്നെ ഈ വീഡിയോ എല്ലാം ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് കാരണം ഞങ്ങളിത് ആദ്യം ഇങ്ങനെ തന്നെ വീഡിയോ ഇടാനാണ് വിചാരിച്ചത്. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നമ്മുടെ വോയിസ് മാത്രം വീഡിയോയ്ക്കകത്ത് കിട്ടിയില്ല, മൈൻക്രാഫ്റ്റിൻ്റെ വോയിസ് ഇതിനകത്ത് നന്നായിട്ട് കിട്ടുകയും ചെയ്തു. ഞങ്ങളിങ്ങനെ ഇതിലേക്കൂടെ എല്ലാം തിരിഞ്ഞ് ഓരോ കാര്യം പറഞ്ഞ് നടക്കുമായിരുന്നു. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഈ തുടങ്ങുന്ന മൾട്ടിപ്ലെയർ വേറെ തുടങ്ങുന്നല്ല ഉറപ്പിച്ച തുടങ്ങിയത്. ഞാൻ ഇത് തുടങ്ങുമ്പോഴേ അവരോട് പറഞ്ഞു എന്തായാലും പോയി ഇത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ എന്തെങ്കിലും കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തുടങ്ങിയത്. പെട്ടെന്ന് അവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവനെ വിളിച്ചു. ഞാൻ വിചാരിച്ചു വല്ല വില്ലയാണെന്ന്. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു കടലിനോട് ചേർന്നിട്ട് ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലം. സവാനയിൽ കൂടി തന്നെ നടന്നു വന്ന് സവാനയുടെ അറ്റമല്ല എങ്ങാണ്ട് ആയപ്പോഴായിരുന്നു ഈ സ്ഥലം എന്ന് മനസ്സിലായി. ഞങ്ങൾ നടന്ന് നല്ല ലാഗുണ്ട്, എൻ്റെ നെറ്റ് പോയി കിടക്കുമായിരുന്നു. ഇവിടെ ചെന്നിട്ട് അവൻ ചാടുന്നു, ആകാശത്ത് നിൽക്കുന്നു. ഞാൻ നടക്കുമ്പോൾ അവൻ ആകാശത്ത് നിൽക്കുന്നു. അവൻ്റെ മുമ്പിൽ കയറും, പിന്നെ നോക്കുമ്പോൾ അവൻ ഏറ്റവും ഫ്രണ്ടിലുണ്ടാകും. ഫുള്ള് നെറ്റ് ഇഷ്യൂസും ഭയങ്കര പ്രശ്നമല്ലായിരുന്നു. അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നാലും കളിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. മരമൊന്നും പൊട്ടിക്കുന്നൊന്നും കാണുന്ന പോലുമില്ല. പിന്നെ അവൻ പറഞ്ഞു ഇവിടെ തന്നെ ഒരു വീട് വെച്ച് ഇവിടെ തന്നെ നിന്നാലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിന് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു വില്ലേജ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നമുക്ക് അവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ റെൻഡർ കൂട്ടിയിട്ട് ഒരു ബ്രിഡ്ജ് ചെയ്ത് മുകളിൽ പോയിട്ട് അവൻ റെൻഡർ കൂട്ടിയിട്ട് എല്ലാം വില്ലേജ് വല്ലതും ഉണ്ടോ നോക്കാൻ പറഞ്ഞു. പിന്നെ നടന്നതാണ് സംഭവം. നിങ്ങൾ തന്നെ നോക്കിയിട്ട് കണ്ടോ. Nara!